ഹലോ ഫ്രണ്ട്സ്, നിലാ നക്ഷത്രം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒട്ടും ചിലവില്ലാതെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നല്ല ഒന്നാന്തര ഒരു കരിയില കമ്പോസ്റ്റ് എങ്ങനെ റെഡിയാക്കാം എന്നതാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പണ്ട് തൊട്ടുള്ള കൃഷിക്കാരാണെങ്കിൽ അവർക്കറിയാം ഇന്ന സമയം നമുക്ക് ഇന്ന വളം വേണം, നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം എന്നുള്ളത് അറിയാം. പക്ഷേ എന്നെപ്പോലുള്ള ടീംസ് ആണെങ്കിൽ അത്രയ്ക്ക് നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് വളം കിട്ടാനല്ല നോക്കത്തുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നല്ല സൂപ്പർ ഒരു വളം നമുക്ക് വീട്ടിൽ തന്നെ ഒരു ചിലവില്ലാതെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സാധാരണ രീതിയിൽ കരിയില കമ്പോസ്റ്റ് നമ്മൾ കരിയിലൊക്കെ എടുത്ത് വെച്ചിട്ട് അത് ചാക്കിൽ കെട്ടിവെക്കും. പതുക്കെ ഇരുന്ന് ദ്രവിച്ച് അത് പൊടിയായിട്ട് വരും. അങ്ങനെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ ഇട്ട് വെക്കാറുണ്ട് ഈ ഇലകൾക്കിടയിൽ. അത് നമുക്ക് കമ്പോസ്റ്റൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ അതിനൊക്കെ നമ്മൾ ഒത്തിരി ദിവസങ്ങൾ എടുക്കുന്നുണ്ട്. എന്നാൽ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ നമ്മളൊരു സംഭവം കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കരിയില കമ്പോസ്റ്റ് കുറച്ച് ദിവസങ്ങൾക്കകം നല്ല സൂപ്പറായിട്ട് പൊടിഞ്ഞ് നമുക്ക് കിട്ടും. അതിനായിട്ട് ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്നത്, ഒന്നാമതായിട്ട് വെച്ച് വെച്ചേക്കുന്നത് ചാണകവെള്ളമാണ് കേട്ടോ. ചാണകം കലക്കിയതാണ്. അത് 5 ദിവസം ആയ സംഭവം നമുക്ക് കണ്ടാൽ അറിയാം. അത്യാവശ്യം നല്ല പുളിച്ച് അതിരിക്കുന്ന കണ്ടോ, നല്ല പതഞ്ഞിരിപ്പുണ്ട്. ഇത് 5 ഡേയ്സ് കറക്റ്റ് 5 ദിവസമായി നമ്മൾ ഈ പച്ച ചാണകം കലക്കി, ചാണകപ്പാലെന്ന് ചിലർ പറയും, ഇത് ചാണക സ്ലേവ് എന്ന് പറയും. ഇത് പച്ച ചാണകം കലക്കി എടുത്തു, അതാണ് സംഭവം. ഇത് 5 ഡേയ്സ് ആയതാണ്. അതിൻ്റെ കൂടെ ഇത് കഞ്ഞിവെള്ളമാണ്. ഇത് കണ്ടോ, ഇത് നല്ല പുളിച്ചിരിക്കുവാണ്. ഇത് നല്ല 5 ഡേയ്സ് ആയതാണ്. ഇത് രണ്ടും കൂടെ നമ്മൾ കരിയില ക്കകത്ത് മിക്സ് ചെയ്ത് ചാക്കിൽ കെട്ടി വെക്കുവാണെങ്കിൽ നമുക്കൊരു 12 ദിവസം മാക്സിമം എടുക്കത്തുള്ളൂ. നല്ല കരിയില കമ്പോസ്റ്റ് നമുക്ക് കിട്ടും. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഞാൻ ചാക്കിൽ കെട്ടി വെച്ചിരുന്ന കരിയിലയാണ് കേട്ടോ. ഇത് ഇപ്പം 12 ദിവസം ആയതാണ്. പക്ഷെ ഇത് ഇത്രയേ അത് പൊടിഞ്ഞായിട്ടുള്ളൂ. ദ്രവിച്ചിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടും അത് പൊടിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചാണകവെള്ളം, ഇത് ഞാൻ കഞ്ഞിവെള്ളം മാത്രമാണ് ഒഴിച്ച് വെച്ചിരുന്നത്. അതൊരു 2 ഡേയ്സ് ആയ കഞ്ഞിവെള്ളം ആയിരുന്നു, അത്ര ആയിട്ടുള്ളായിരുന്നു. ഇതിപ്പോൾ 5 ഡേയ്സ് ആയ നല്ല പുളിച്ച കഞ്ഞിവെള്ളവും പച്ച ചാണകം കലക്കിയതുമാണ്. ഇതിട്ട് നമുക്ക് കരിയിലയിട്ട് നമുക്ക് ചാക്കിൽ കെട്ടിവെക്കാം. ഉറപ്പായിട്ടൊരു 12 ദിവസം കൊണ്ട് നമുക്കിത് റെഡിയാവും. എന്തായാലും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ആക്കാൻ ഞാൻ ഇന്നിപ്പം സ്റ്റാർട്ട് ചെയ്യുവാണ്. അത് എത്ര ദിവസം എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തുമാത്രം പൊടിഞ്ഞാണ് നമുക്ക് ആ കമ്പോസ്റ്റ് കിട്ടുന്നതെന്നുള്ളതും ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഉണക്ക് സമയമാണ്. കരിയിലയൊക്കെ നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടുന്ന സമയമാണ്. ജസ്റ്റ് ഒരു കരിയില ഒന്ന് ഞെക്കിയാൽ നല്ല പൊടിഞ്ഞ് ഈ പരുവത്തിലാവും. നമ്മൾ ഈ കരിയില അതേപടി ഇടാതെ ഒന്ന് കയ്യിലിട്ട് ഒന്ന് പിടിക്കുവാണെങ്കിൽ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും. നമ്മൾ ഇങ്ങനെയാണ് ഇത് ചാക്കിൽ കെട്ടി വെക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ കരിയില മൊത്തമായിട്ടായിരുന്നു വെച്ചിരുന്നത്. പക്ഷേ ഈ തവണ നമ്മൾ കരിയില കയ്യിലൊന്നാക്കി ഒന്നിട്ട് ചവിട്ടിയാലും മതി. ചാക്കിൻ്റെ മുകളിൽ കയറി 4-5 ചാടിയാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ കയ്യിലിങ്ങനെ നമുക്ക് പൊടിച്ചെടുക്കാം. എന്നിട്ടാണ് ഞാനിത് മിക്സ് ചെയ്ത് ഇടാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. അത് ഇതിപ്പോൾ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പ്രത്യേക കാര്യം നിങ്ങൾ നോട്ട് ചെയ്തോണം. നമ്മൾ ഈ കൃഷിയിൽ നമ്മുടെ ചെടികൾക്കിടയിലൊക്കെ നമ്മൾ കഞ്ഞിവെള്ളം കൊണ്ട് പുളിപ്പിച്ചൊഴിക്കാവുന്നൊരു പതിവുണ്ട് കേട്ടോ. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് പ്രത്യേകം നോട്ട് ചെയ്തോണം. ഈ കഞ്ഞിവെള്ളം പുളിച്ച് നല്ലൊരു പുളിപ്പ്, നമ്മൾ എന്തിനാ ഈ മണ്ണൊക്കെ അമ്ലതയൊക്കെ മാറ്റി pH ഒക്കെ ക്രമീകരിച്ചാണ് നമ്മൾ കൃഷിക്കെടുക്കുന്നത്. പക്ഷെ നമ്മൾ ഈ പുളിപ്പുള്ള കഞ്ഞിവെള്ളം കൊണ്ട് അതിൻ്റെ ചോട്ടിലൊഴിക്കുമ്പം അത് നേരെ വിപരീത ഫലമാണ് നമുക്ക് തരുന്നത്. നമ്മൾ പിന്നെ ഇടുന്ന വളങ്ങളൊന്നും നമ്മുടെ മണ്ണ് വലിച്ചെടുക്കത്തില്ല. നമ്മുടെ മണ്ണിൻ്റെ pH ലെവൽ മൊത്തം താന്നു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കഞ്ഞിവെള്ളം നമ്മൾ ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് കൊള്ളാം. പക്ഷേ അത് നേർപ്പിച്ച് സ്പ്രെയറിലാക്കി ഇലയിലും തണ്ടിലും ഒക്കെ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലാതെ മൂട്ടിക്കൊണ്ട് ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു പ്ലാസ്റ്റിക് ചാക്കാണ് കേട്ടോ. മിണ്ടാതിരിടാ. വലുപ്പമുള്ള പ്ലാസ്റ്റിക് ചാക്കാണ് കേട്ടോ ഞാൻ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു ചാക്ക് നിറച്ച് വെച്ചിരുന്നതാണ്. കണ്ടോ, അത് ഇത്രയും പൊടിഞ്ഞു വന്നപ്പോൾ ഇതൊരു അരച്ചാക്കായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നല്ല ക്വാണ്ടിറ്റി എടുത്ത് വെച്ചാലേ, ഒരു വലിയ ചാക്കിൽ നിറച്ച് നമ്മൾ കുത്തി നിറച്ച് വെച്ചാലേ നമുക്കൊരു 2-3 കിലോ ഒക്കെ കിട്ടത്തുള്ളൂ, വളമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാനുള്ള അത്യാവശ്യം ബെസ്റ്റ് ടൈമാണിത്. കാരണം ഇപ്പോൾ ഉണക്ക സമയമാണ്. മഴയൊക്കെ ആയപ്പോൾ ഇതുപോലെ പൊടിഞ്ഞ കറിയിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനെയുള്ള സാധനം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ ഞാൻ കരിയില പൊടിച്ചാണ് കേട്ടോ ചാക്കിലേക്ക് ഇടാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ തട്ടിയിടുന്നില്ല കരിയില, കാരണം അത്യാവശ്യം നല്ല കാറ്റുണ്ട്, മൊത്തം പറന്നു പോകും. അതുകൊണ്ട് ഞാൻ ചാക്കിൽ നിന്ന് തന്നെ മറ്റൊരു ചാക്കിലേക്ക് പൊടിച്ചാണ് ഇടാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമുക്ക് കരിയില പൊടിച്ചിടാം. ഒരു ലെയർ കരിയില പൊടിച്ചിടുക. അതിന് മുകളിലേക്ക് നമുക്ക് ഈ ചാണകത്തിൻ്റെ ഈ സ്ലറി, ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ആ പൊടിച്ച സ്ലറി നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഈ ഇല ഞാൻ ഇത്രയും പൊടിച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും വലുപ്പത്തിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു ലെയർ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചാണകത്തിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിപ്പിച്ചൊരു ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത ലെയർ ഇലയിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ചാക്ക് മൊത്തം അങ്ങനെ ഫില്ല് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം അരച്ചാക്കായിട്ടുണ്ട്. ഇനിയിരിക്കുകയാണ് കരിയില, ഇനിയിരിക്കുകയാണ് നമ്മളുടെ ചാണകവെള്ളം കലക്കിയത്. അപ്പോൾ നമുക്ക് നിറച്ച് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ പച്ചച്ചാണകത്തിന് ഇപ്പോൾ എല്ലാവർക്കും പച്ചച്ചാണകം കിട്ടണമെന്നില്ല. പച്ചച്ചാണകത്തിന് പകരം ഉണക്കച്ചാണകം കലക്കിയെടുത്താലും മതി എന്നാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ 100% എന്തെങ്കിലും എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇത് വെച്ചാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. മാക്സിമം ഒരു അരമണിക്കൂറത്തെ പാടേ ഉള്ളൂ ഇങ്ങനെ ഈ കരിയില പൊടിച്ചിങ്ങനെ റെഡിയാക്കി എടുക്കുന്നതിന്. ഇങ്ങനെ ഒരു ചാക്കി നിറച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് എത്രയോ കാലം വളമായിട്ടെടുക്കാം. അടിവളമായിട്ടും അല്ലാതായിട്ട് നോക്കാൻ പോകുന്നത്, അല്ലാതെ വളമായിട്ട് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള സൂപ്പർ വളമാണ്. ഒരു കുറച്ച് മെനക്കെട്ടാൽ മതി. നമുക്കിപ്പം പച്ച ചാണകം ഒന്നും ഇല്ലായിരുന്നു. ഞാനിപ്പം അടുത്ത വീട്ടിൽ പോയി, ചാണകമുള്ള വീട്ടിൽ പോയി ഫ്രഷ് ചാണകം വാരിക്കൊണ്ട് വന്നാണ് പരിപാടി ഇപ്പം ചെയ്യുന്നത്. ഈ പെട്ടെന്ന് പൊടിഞ്ഞു തരുന്നതേ മാവിൻ്റെ ഇലയും പ്ലാവിൻ്റെ ഇലയും, അതുപോലെ ഞാനിപ്പോൾ പറങ്ങാവിൻ്റെ ഇലയാണ് കൂടുതൽ എടുത്തേക്കുന്നത്. മറ്റേ കാഷ്യൂ മാങ്കോ ഇല്ല, അതിൻ്റെ ഇലയാണ് കൂടുതൽ എടുത്തേക്കുന്നത്. റബ്ബറിലയൊക്കെ ആണെങ്കിൽ പൊടിയാൻ താമസിക്കും എന്നാണ് പറയുന്നത്. ഏറ്റവും എളുപ്പത്തിൽ പൊടിയുന്നത് മാവിലയും പ്ലാവിലയും ഒക്കെയാണ് കേട്ടോ. കമ്പോസ്റ്റിൻ്റെ കളർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ 3/4 ചാക്കായപ്പം നമ്മുടെ ചാണകവെള്ളമൊക്കെ തീർന്നു പോയി. അപ്പം ഇത്രയായിട്ട് നമുക്ക് കെട്ടിവെക്കാം. എന്തായാലും നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിയിട്ട് സൈഡിലെ എയർ ഹോൾസ് ഇട്ട് വെക്കാം. എയർ സർക്കുലേഷനൊക്കെ നമുക്ക് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ട് വെക്കാം. അപ്പോൾ കറക്റ്റ് ഞാൻ പറയാം എത്ര ഡേയ്സ് എടുക്കും, നല്ല ഉഗ്രൻ കമ്പോസ്റ്റൊക്കെ കിട്ടാൻ എത്ര ഡേയ്സ് എടുക്കും എന്നുള്ളത് ഞാൻ വെയിറ്റിങ്ങിലാണ്. ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേനും ഇത് കെട്ടിവെച്ചെടുത്ത് തിരിച്ച് ഇട്ട് വെക്കണം കേട്ടോ. ആ ചാക്കിൻ്റെ പൊസിഷനൊന്ന് മാറ്റി വെക്കണം. അങ്ങനെ നമുക്ക് കറക്റ്റ് നോക്കാം എത്ര ദിവസം എടുക്കുമെന്ന്. അപ്പം അതിനുശേഷം നമുക്ക് കാണാം. അപ്പോൾ അത്യാവശ്യം ഹോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെയിലൊന്നും അടിക്കാത്ത തണുപ്പ് ഉള്ള സ്ഥലത്ത് കൊണ്ടുവെക്കാം കേട്ടോ. അപ്പം നമ്മളുടെ കമ്പോസ്റ്റ് എന്തായി നോക്കണ്ടേ. ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞു. ഞാൻ 12 ദിവസമാണ് പറഞ്ഞേ, 10 ദിവസം ആയിട്ടുണ്ട്. ഇപ്പം അത് കണ്ടിട്ട് അതിൻ്റെ അളവൊക്കെ നന്നായിട്ട് കുറഞ്ഞൊരു 1/4 ഭാഗമായിട്ടുണ്ട് ചാക്കിൻ്റെ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം എന്തായെന്നുള്ളത്. ഇതോ നമ്മുടെ ചാക്ക് ഇതാ ഇത്രയും ചെറുതാക്കി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ അടുത്ത സെക്ഷൻ ഞാൻ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചാക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം. അത് തട്ടിയിട്ട് കാണിക്കാം കേട്ടോ. ഒന്ന് നോക്കി തട്ടിയിട്ട് കാണിക്കാം. ഇങ്ങോട്ട് നമുക്ക് തട്ടിയിടാം കേട്ടോ. നല്ല സൂപ്പറായിട്ട് അത് കണ്ടോ, നല്ല ഒന്നാന്തരായിട്ട് ഇതിങ്ങനെ ദ്രവിച്ച് വന്നിട്ടുണ്ട്. ഇതാണ് നല്ല കറക്റ്റ് പരുവത. കാരണം നമ്മൾ വെറും പൊടിയാക്കി ഇട്ടാൽ ഇത് ഗ്രോ ബാഗിലൊക്കെ ഇട്ടാൽ ഇത് ഓക്കെ ആവത്തില്ല. ഇത് നമ്മൾ ഗ്രോ ബാഗിൽ മണ്ണിൻ്റെ കൂടെ ഫില്ല് ചെയ്യുമ്പം ഇത് പെട്ടെന്ന് ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് പൊടിയായി മാറും. അപ്പോൾ ഇത് ആ സമയത്ത് ഇത്രയും വലുതായിട്ട് നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ചെടിയുടെ വേരൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിപ്പോവാൻ അത് സഹായിക്കും. അപ്പോൾ ഇതാണ് നല്ല പരുവം. സാധാരണ രീതിയിൽ നമ്മൾ കരിയിലയൊക്കെ നിറച്ച് വെക്കുവാണെങ്കിൽ ഒരു 2-3 മാസമെങ്കിലും എടുക്കും ഇത് ജീർണിച്ച് ഈ അവസ്ഥയിലെത്താൻ. അതുമാത്രമല്ല, ഞാൻ മറ്റേ കഞ്ഞിവെള്ളം മാത്രം ഇട്ട് വെച്ചപ്പോഴും അതൊരു 20 ഡേയ്സൊക്കെ ആയപ്പോൾ പോലും ഇത്രയൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ആ ചാണകത്തിന് സ്ലറിയുടെ വെച്ചുകൊണ്ടാണ് ഇത് മെയിനായിട്ട് ഇത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആകാൻ നമുക്ക് യാതൊരു ചിലവുമില്ല. ഒരു സമ്പൂർണ്ണ വളം നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ തിരിച്ച് ഞാൻ ചാക്കിലാക്കി വെക്കും. അപ്പോൾ അടുത്തൊരു സെക്ഷൻ ഇവിടെ ചെയ്ത് വെക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. കാരണം സക്സസ് ആയി നേരം നമുക്ക് ചെയ്യാമല്ലോ. ഇപ്പോൾ നല്ല സമയമാണ്, കരിയിലേക്ക് ഇങ്ങനെ ചെയ്ത് വെക്കാൻ നല്ല സമയമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് ഒരുപാട് നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ എന്നെ അറിയിക്കണം, കമൻസായിട്ട് നമ്മളെ അറിയിക്കണം. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഇതുപോലെ കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ല്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.